പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ അടുത്തത് ഉണ്ടാക്കാനുള്ള ഒരു ത്വരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഒരു ലില്ലി ഫ്ലവർ ആട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആട്ടോ കിട്ടുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. മീഷോ എന്നാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 140 റുപ്പീസാണ് ഇതിന് എനിക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നാട്ടിലിതിന് എത്ര റേറ്റ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഓൺലൈനിൽ ഞാൻ കുറഞ്ഞ റേറ്റിന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയെന്നുള്ളൂ. യെല്ലോ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കലപില സൗണ്ടുകളുണ്ട്. ഒരുപാട് തവണ അത് ഒഴിവാക്കിയിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടും അത് കഴിയണില്ല കേട്ടോ. എന്തായാലും ഒരു മൈക്കൊക്കെ വാങ്ങി സെറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ ലീവ്സൊക്കെ ഇവിടെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ഇങ്ങൾക്കും നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എൻ്റെ അടുത്തുള്ള കളേഴ്സിൽ കുറച്ചധികം കളേഴ്സ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ യെല്ലോ ആണ് കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ 5 ലീവ്സാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.